എൻ്റെ അച്ഛൻ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് സിനിമയല്ല, ഒരു കാലത്ത് ഷിപ്പ് യാർഡിലാണ് അച്ഛൻ വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ ആ സിനിമയിൽ അവർ ഒരു ഷിപ്പ് യാർഡിൻ്റെ കുറേ സുഹൃത്തുക്കളൊക്കെ ചേർന്ന് ചെയ്യുന്നൊരു സീരിയൽ അഭിനയിക്കാനായിട്ട് ഷിപ്പ് യാർഡിലുള്ള കലാകാരന്മാരെയൊക്കെ വിളിച്ചുകൊണ്ട് പോയി. അപ്പോൾ അത് അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഡയറക്ടർ അച്ഛനെ ഭയങ്കരമായിട്ട് ഇൻസൾട്ട് ചെയ്തിരുന്നു. ഇൻസൾട്ട് എന്ന് വെച്ചാൽ ഓൺ സ്പോട്ടിൽ തൃശ്ശൂർ സ്ലാങ് സംസാരിക്കാൻ പറഞ്ഞു. അതായത് സ്ക്രിപ്റ്റ് എല്ലാം കൊടുത്തതിന് ശേഷം ഓക്കെ നിങ്ങൾ തൃശ്ശൂർ സ്ലാങ്ങിൽ സംസാരിച്ചോളൂ എന്ന് പറഞ്ഞു. അതൊരിക്കലും ഇപ്പം ഞങ്ങൾ വരുന്നത് വൈക്കം, ചേർത്തല ആ ഭാഗത്തു നിന്ന്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അങ്ങനെ ഒരു ഏത് ആക്ടറാണെങ്കിലും അതൊരു ട്രെയിൻ ചെയ്താലേ സ്ലാങ്, അല്ലാണ്ട് ഇത് സ്പോണ്ടേനിയസ് ആയിട്ട് വരുന്ന പരിപാടികളല്ല ഈ സ്ലാങ് പിടിക്കാനുള്ളത്. അത് തൃശ്ശൂർ സ്ലാങ് പിടിക്കാൻ അച്ഛൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടി. അപ്പോൾ അച്ഛന് ഒരു സെറ്റ് മൊത്തം അച്ഛനെ ഇങ്ങനെ എന്തോ ഒരു കുറ്റക്കാരൻ ക്രൈം ചെയ്യാൻ വന്ന്, അയാൾ അഭിനയിക്കാൻ വന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ക്രൈം എന്നുള്ള രീതിയിൽ ആളുകൾ അതിനെ നോക്കിക്കണ്ടു, ചിലർ മാറി നിന്ന് ചിരിച്ചു. അപ്പം ഞാനത് എൻ്റെ സിനിമയിൽ സംഭവിക്കരുത് എന്ന്. അപ്പം ഇതേ സെയിം സിറ്റുവേഷൻ തന്നെയാണ് ഞാനൊരു സിനിമയിൽ തൃശ്ശൂർ ക്ലിപ്തം എന്ന് പറഞ്ഞ സിനിമയിൽ എനിക്കറിയാവുന്ന രതീഷ് ഏട്ടൻ എന്ന ആളുടെ സിനിമയിൽ അഭിനയിക്കാൻ പോയതാണ്. അപ്പോൾ ഇതുപോലെ തന്നെ തൃശ്ശൂർ സ്ലാങ് സംസാരിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ നിന്ന് പെട്ടെന്ന് നമുക്ക് സ്ലാങ് പിടിക്കാൻ അറിയാം. അപ്പം ഞാൻ അവിടെ നിന്ന് പ്രാഞ്ചിയേട്ടനും മറ്റതൊക്കെ യൂട്യൂബിലൊക്കെ എടുത്ത് കണ്ടിട്ട് ഈ സ്ലാങ് ഇങ്ങനെ പിടിക്കാം. പക്ഷേ നമുക്ക് തരുന്ന ഡയലോഗ് ഒന്ന് ഇവർ, അപ്പോൾ അതുകൊണ്ട് അത് പെട്ടെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ആ സിനിമയിൽ എനിക്ക് പകരം ദിനേശ് പ്രഭാകറാണ് ഡബ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇതൊക്കെ എൻ്റെ സിനിമയിൽ സംഭവിക്കരുത് എന്ന് പറയുന്ന ഭയങ്കരമായ ഒരു ഇമോഷണൽ ബാക്ക്ലോഗുകളുണ്ട് എനിക്ക്. അപ്പം അതാണ് സ്ട്രഗിൾ എന്ന് ചോദിച്ചാൽ അതൊക്കെയാണ് എൻ്റെ സ്ട്രഗിൾ. അപ്പം നമ്മൾ സ്ട്രഗിൾ ചെയ്തിട്ടില്ല എന്നൊരിക്കലും പറയാൻ പറ്റില്ല. ഇപ്പം ജോലി വേണ്ട എന്ന് വെച്ചത് വലിയ സ്ട്രഗിളാണ്. ഇപ്പം കല്യാണം, ഇപ്പം ഏറ്റവും വലിയ സ്ട്രഗിൾ എന്ന് വെച്ച് കഴിഞ്ഞപ്പം ഞാൻ കല്യാണം കഴിച്ച് ഏതാണ്ട് 1 വർഷം കൂടി ജോലി ഞാൻ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ആ സമയത്ത് ഇപ്പം എൻ്റെ വൈഫ് ക്യാരിയിങ് ആണ്. അപ്പം ഒരു 6 മാസം 7 മാസം പ്രഗ്നൻസി നിൽക്കുന്ന സമയത്താണ് ഞാൻ ഇവൾക്ക് ഇപ്പം ഞാൻ ജോലി രാജിവെക്കുവാണെന്ന് പറയാം. നിൽക്കുന്ന അവളുടെ മുഖത്തൊക്കെ. അപ്പം അവൾ ആദ്യം അച്ഛനോട് സംസാരിച്ചു വന്നു ചോദിച്ചു, ഇല്ല ഞാൻ ഇനി മുന്നോട്ട് എന്താണ് എന്ന് എനിക്ക് സ്റ്റക്കാണ് ഞാൻ, പക്ഷെ എനിക്കിതിൽ ഹാപ്പിനെസ് ഒട്ടും കിട്ടുന്നില്ല. അപ്പോൾ ഇനി നമ്മൾ എന്തെങ്കിലും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ലൈഫിനൊരു മീനിങ് ഇല്ലാണ്ടായി പോവും എന്ന് ഞാൻ അവളൊക്കെ പറഞ്ഞു. അപ്പോൾ അവളെൻ്റെ ഇടയ്ക്ക് പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു 40-45 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും ഞാൻ ലൈഫിലൊന്നും ആയില്ല എന്നൊരു പരാതി എൻ്റെ ഇടയ്ക്ക് പറയരുത്. 45 വയസ്സിലാകുമ്പോൾ നിങ്ങൾ ലൈഫിലെ ഏറ്റവും ഹാപ്പിയസ്റ്റ് മാൻ ആയിരിക്കണം എൻ്റെ കൂടെ, എങ്കിലേ ഞാൻ ഹാപ്പി ആവുള്ളൂ. അപ്പോൾ അതിന് എന്ത് ചെയ്യാൻ പറ്റുമോ അത് നിങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞു. അതൊരു ഈസി ഡിസിഷൻ അല്ല ലൈഫിൽ. ആ സ്ട്രഗിൾ ഇപ്പോൾ ചോദിക്കുമ്പോൾ ഞാൻ അച്ഛനിടയ്ക്ക് വിളിച്ച് ഫോണിലാണ് പറയണത്, ഞാൻ ഒരിക്കലും നേരിട്ടല്ല ജോലി രാജിവെച്ചു എന്ന് പറയുന്നത്. കാരണം ഇത് നേരിട്ടാണ് പറഞ്ഞെങ്കിൽ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് എനിക്കറിയാം. അപ്പം ഞാനിത് ഫോണിൽ കൂടെ പറഞ്ഞ്, അച്ഛാ ഞാൻ ഇനി പോകുന്നില്ല ജോലിക്ക്. അപ്പം എന്താ അടുത്ത പ്ലാൻ? ഞാൻ പറഞ്ഞു സിനിമ ഒക്കെയാണ്. ആരെങ്കിലും ഉണ്ടോ സിനിമയിൽ? അങ്ങനെ ആരും ഇല്ല. പിന്നെ അറിയില്ല, എനിക്കൊരു 2 വർഷം വേണം. ഞാൻ ആ 2 വർഷം കൊണ്ട് ഞാനത് എവിടെ എത്തും. അപ്പം എനിക്കൊരു ടൈം സെറ്റ് ചെയ്തു 2 വർഷം എന്നുള്ളത്. അങ്ങനെ അപ്പോൾ അതെന്നെ സംബന്ധിച്ച് വലിയ സ്ട്രഗിളാണ്. എന്നാൽ ഈ ഡിസ്റ്റൻസ് എടുക്കുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഈസിയാണ്. എടുത്തതിന് ശേഷം ഒരവസരങ്ങളും ഇല്ല സിനിമയിൽ. ഞാൻ കംപ്ലീറ്റ്ലി സീറോ. എൻ്റെ കയ്യിലുള്ള പൈസകളൊക്കെ തീർന്നുകൊണ്ടിരിക്കുകയാണ്. വൈഫിൻ്റെ ഡെലിവറി കഴിഞ്ഞു. അപ്പം ഞങ്ങൾക്കൊരു കാറുണ്ട്, കാറിൽ ഡീസൽ അടിക്കാൻ പോലും കയ്യിൽ പൈസ ഇല്ല. വല്ലാത്ത ഒരു സ്ട്രഗിളുണ്ട് എനിക്ക്.